വീഡിയോ കണ്ടു വേഗം മാത്രം എന്റെ ഉപദ്രവിച്ച് എന്റെ പേര് ഫുള്ള് വരുന്നത് എന്നിട്ടാരും കാണിച്ച് ആർജെ ബിൻസി, എന്താടി നീ കാണിച്ചു വെച്ചിരിക്കുന്നേ? നിന്റെ പെങ്ങളോട് അയ്യോ കടിച്ചു പറിച്ചു വെച്ചേക്കുന്നോ? ഈ വീഡിയോയിൽ കാണുന്ന സ്നേഹമൊക്കെ സ്നേഹപ്രകടനങ്ങളൊക്കെ ഉള്ളു അല്ലേ? ആ സ്നേഹപ്രകടനങ്ങൾ ഒക്കെ ഉള്ളു അല്ലേ? ആ കുട്ടി പറയുന്നേ, ഞാൻ പറയുന്നൊന്നും അല്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമന്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറേ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. ആർജെ ബിൻസി വീഡിയോ കാണാൻ വന്നവരിൽ കുറച്ചു പേർക്ക് അറിയാമായിരിക്കും ഈ ആർജെ ബിൻസി എന്ന് പറയുന്ന വ്യക്തിയെ. ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. ലാസ്റ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു, ലാസ്റ്റ് സീസണിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ജനങ്ങളെ എല്ലാവരെയും ഭൂരിഭാഗം ആളുകളെയും വെറുപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇപ്പോഴും എന്തോ തന്നെ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞ് പല കോപ്രായങ്ങളും കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ കഴിഞ്ഞ ദിവസം അവരൊരു ബൈക്ക് എടുത്തപ്പം ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ബൈക്കിന്റെ പുറകിൽ കുട്ടിയിരിക്കുന്നു, ഫ്രണ്ടിൽ കുട്ടിയുടെ പെങ്ങളിരിക്കുന്നു. പുറത്തേക്ക് ഇറക്കിയപ്പോഴത്തേക്ക് അത് ചരിഞ്ഞ് താഴത്തേക്ക് വീഴാൻ പോയി. അപ്പൊ അങ്ങനെ ഒരു സാധനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വൈറലായി. അപ്പൊ ഇപ്പോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർജെ ബിൻസിയുടെ അനിയത്തി വീഡിയോയിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ് ചേച്ചിക്ക് അനിയത്തിയോട്. പക്ഷേ ശരിക്കും അങ്ങനൊന്നും അല്ല. ആ കൊച്ചിനെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നു എന്നാണ് ആ കുട്ടി പറയുന്നത്. കൂടാതെ വേറൊരു കാര്യം പറയണമല്ലോ, ഈ വീഡിയോ ഇതിന്റെ ലിങ്ക് രാവിലെ എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നായിരുന്നു. പക്ഷെ അപ്പത്തേക്ക് ഈ വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഡിലീറ്റ് ചെയ്യുമോ പ്രൈവറ്റ് ആക്കുമോ? പ്രൈവറ്റ് എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്, പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആർജെ ബിൻസിമോള് അനിയത്തിയെ കൊണ്ട് കണ്ട ഉടനെ തന്നെ പ്രൈവറ്റ് ആക്കിച്ചു. പക്ഷേ ചില ആളുകൾ ഇത് വന്ന ഉടനെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സാധനം പുറത്തായിട്ടുണ്ട്. ആർജെ ബിൻസിക്കുട്ടി, ഇനി നീ വന്നിരുന്ന് കരഞ്ഞു മെഴുകി കഥ പറയുക, അതും കൂടെ നമ്മൾ കേൾക്കാം. ഓക്കെ, എന്തായാലും നിനക്ക് നിന്റെ സൈഡ് പറയാൻ കാണുമല്ലോ. നീ വന്ന് പറയൂ, നമ്മൾ കേൾക്കാം. പക്ഷെ നീ ഈ കടിച്ചു പറിച്ച് അതൊക്കെ ഉള്ളതാണോ ആർജെ ബിൻസിക്കുട്ടി? ഈ കഴിഞ്ഞ ദിവസം നിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിക്കാത്ത 30 വയസ്സ് പ്രായമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരൂ, ജോലിയൊന്നും പ്രശ്നമില്ല, ഞാൻ കെട്ടിക്കോളാന്നൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, ഇങ്ങനെ കടിക്കാനും പറിക്കാനും ഒക്കെ ആണോ നിന്റെ അടുത്തോട്ട് വരേണ്ടത്? എന്താണെങ്കിലും ആർജെ ബിൻസിയുടെ സിസ്റ്റർ ഇട്ടിരിക്കുന്ന വീഡിയോ ഒരു മിനിറ്റോളം ഉണ്ട്. കരഞ്ഞു കൂവിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളത് കേൾക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. വീഡിയോ കണ്ടു വേഗം മാത്രം എന്റെ ഉപദ്രവിച്ച് എന്റെ പേര് ഫുള്ള് വരുന്നത്. ബാക്കി കേൾപ്പിക്കാം. ബിൻസി വരെ കേട്ടല്ലോ. വീഡിയോയിൽ കാണുന്ന സ്നേഹമൊക്കെ ഉള്ളൂ, ശരിക്കും വലിയ സ്നേഹമൊന്നും ഇല്ലെന്ന് ഞാനല്ല പറയുന്നത്. ബിൻസിയുടെ അനിയത്തി തന്നെയാണ് ഇത് കാണിച്ചു തരുന്നത്. ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് മൊത്തം ഉപദ്രവിച്ച് വെച്ചേക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇവരെയൊക്കെ ഫോളോ ചെയ്ത് ഇവരുടെയൊക്കെ വീഡിയോ കാണുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. വേറൊന്നുമല്ല, ഇവര് ലൈഫ് സ്റ്റൈൽ, ഇവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, പെങ്ങൾക്ക് മറ്റേ ഫോൺ മേടിച്ചു കൊടുക്കുന്നു, ബൈക്ക് മേടിച്ചു കൊടുക്കുന്നു, അച്ഛന് ബൈക്ക് മേടിച്ചു കൊടുക്കുന്നു, ഇതൊക്കെ നിങ്ങളെ കാണിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സന്തോഷത്തിലാണ് കുടുംബം, വളരെ നല്ല കുടുംബം, സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ, അയ്യോ ഇങ്ങനെ അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നു, നമ്മുടെയൊക്കെ കുടുംബത്തിലും ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ കാണുമല്ലോ. നിങ്ങൾ മനസ്സിലാക്കുക, ഇവരുടെ ഒരു സൈഡ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. എല്ലാ കുടുംബത്തിലും 2 സൈഡ് കാണും. ഓക്കെ, നല്ല കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നടക്കും, ചീത്ത കാര്യങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ അടി വഴക്ക്, ഇതൊക്കെ കാണും. പിടികിട്ടിയോ? അങ്ങനെ ഒരു അടി വഴക്കാണ് ഇപ്പം നിങ്ങൾ ബിൻസിയുടെ കുടുംബത്തിലെ നമ്മളിപ്പം കേട്ടത്. ഓക്കെ, അതെല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കാണുന്നത് മാത്രമൊന്നുമല്ല സത്യം, അങ്ങനെ നിങ്ങൾ വിചാരിച്ചിരിക്കരുത്. ഓക്കെ, അതിൻ്റെ പുറകിൽ വേറൊരു പരിപാടി നടക്കുന്നുണ്ട്, അത് അവരുടെ കുടുംബത്തിലും ഉണ്ട്. ആദ്യത്തെ കാര്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി അവരുടെ കഥകൾ കേൾക്കാം. പിന്നെ ബിൻസിയും കൂടെ ഇനി വന്ന് പറയുമ്പോഴേ എന്തിനാണെന്നൊന്നും ബിൻസി വന്നിട്ട് കഥയൊന്നും പറയണ്ട, അനിയത്തിയെ ഉപദ്രവിച്ചത്. പിന്നെ തിരിച്ചും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ വന്ന് പറയുക, അല്ലാതെ ആ കൊച്ചിനെ ചെയ്തതിനൊന്നും ന്യായീകരണമായിട്ട് വരല്ലേ. ഓക്കെ,
ഒന്നാമത് ആൾക്കാർക്ക് നിന്നെ വലിയ താല്പര്യമില്ല, നിന്റെ നാക്ക്. അതിൻ്റെ ഇടയ്ക്ക് നീ മറ്റേ വിശദീകരണം കൊണ്ട് വന്നാൽ തന്നെ കല്ല് വലിച്ചെറിയത്തേ ഉള്ളൂ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. അല്ലാതെ സപ്പോർട്ടൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി കേൾക്കാം. പാട്ട് വെച്ച് സന്തോഷിച്ചിരിക്കും. മുതൽ ഞാനും എന്റെ അർത്ഥം വീടുകളെ കാണുന്ന സ്നേഹം മാത്രം എന്റെ മേലെ മുഴുവനും പാടാൻ മൂടിൽ കണ്ടായിട്ട് പറിച്ചെന്റെ മൂടിയൊക്കെ വിടുവാ. ആരും ഇതുവരെ കണ്ടെത്തിയില്ല, എല്ലാം കണ്ടിട്ട് വേണ്ടിട്ട് ചെയ്തതാണ്. വീഡിയോ എടുക്കുമ്പോൾ ഉള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എന്നാ കുട്ടി പറയുന്നത് കേട്ടല്ലോ. അവളുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് കള്ളക്കരച്ചിലായിട്ടോ അല്ലെങ്കിൽ ചേച്ചിയെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു പരിപാടിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പേഴ്സണലി ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ആൻഡ് വൺ മോർ തിങ്, ആ കുട്ടി അവളുമായിട്ട് RJ ബിൻസി എന്തോ വഴക്കിട്ടിട്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ആ കുട്ടിക്ക് നല്ല ദേഹത്തൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവൾ വീഡിയോ ചെയ്ത് നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുന്നു. RJ ബിൻസി നിങ്ങൾ കേട്ടോന്നറിയില്ല, പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ട്, അപ്പുറം എങ്ങാണ്ട് പാട്ടൊക്കെ ഇട്ട് തുള്ളിക്കൊണ്ടിരിക്കുക RJ ബിൻസി ചില്ലിങ്, ഹാപ്പി മോഡ്. എന്താ അല്ലേ? ഇതിനു മുമ്പ് നമ്മൾ പല ഫാമിലി വ്ളോഗേഴ്സിനെയും കണ്ടിട്ടുണ്ട്. അവരുടെ വീട്ടിലെ സന്തോഷങ്ങൾ നമ്മളോട് പങ്കുവെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. സങ്കടങ്ങൾ അത് മെയിൻലി ചേട്ടൻ അനിയൻ അല്ലെങ്കിൽ അച്ഛനമ്മ, മൂത്ത മകൻ അല്ലെങ്കിൽ ഇളയ മകൻ, ഇവർ തമ്മിലുണ്ടാവുന്ന ഒരു വഴക്ക് ഈ ഒരു സമയത്ത് സീരിയസ്ലി ഒരു പരിധി കഴിയുമ്പോൾ അത് ഇവർക്ക് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ അറിയിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചില വ്ളോഗേഴ്സിനെയൊക്കെ, ഫാമിലി വ്ളോഗേഴ്സിനെ. ഞാൻ അവരുടെ ഒന്നും പേരൊന്നും എടുത്ത് ഇവിടെ കൊണ്ടൊന്നും ഇടുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഈ RJ ബിൻസിയുടെ കേസിൽ സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കുടുംബത്തിലെ നല്ല കാര്യങ്ങൾ പെങ്ങൾക്കെന്നല്ല, ചാച്ചനോ പെങ്ങൾക്കോ ആർക്കോ വണ്ടി എടുത്തു കൊടുക്കുന്നു. മൊത്തത്തിൽ കുടുംബത്തിനായിട്ടൊരു ബൈക്ക് എടുക്കുന്നു. അതിൻ്റെ വണ്ടി പുറത്തേക്ക് ഇറക്കുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയ വഴി, ഓൺലൈൻ മീഡിയ ചാനൽസ് വഴി തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്നു. അതൊക്കെ എന്തായാലും ഈ RJ ബിൻസി വിളിച്ച് മക്കളെ വരണേടാ ഒരു വണ്ടി ഇറക്കുന്നുണ്ടാ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഓൺലൈൻ മീഡിയാസ് പോയിരിക്കുന്നത്. അല്ലാതൊന്നും അല്ല. ഇവർ വണ്ടി എടുക്കുന്ന പിന്നെ ഓൺലൈൻ മീഡിയക്കാരെങ്ങനെ അറിയാനാ? ഒന്നുമില്ല, വിളിച്ചറിയിക്കും, വരും, അത്രേ ഉള്ളൂ. അവർക്കും കണ്ടന്റായി. അങ്ങനെയുള്ള പരിപാടികളൊക്കെ സ്വയമേ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് RJ ബിൻസി. പിന്നെ നാട്ടുകാരെ സ്വന്തം ചാനൽ വഴി കൂടെ ഇങ്ങനെ അറിയിക്കുക. പിന്നെ ബിഗ് ബോസ് സമയത്ത് ഇവളുടെ തനിക്കുണം എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ ലാസ്റ്റ് ബിഗ് ബോസ് ആ ഒരു സീസൺ കണ്ടവർക്ക് അറിയാം. ആ സീസൺ കണ്ടതിലൂടെയാണ് ഇങ്ങനൊരു വ്യക്തിയെ എനിക്ക് സുപരിചിതമാവുന്നത്. ഇങ്ങനൊരു വ്യക്തിയെ അടുപ്പിക്കാനേ കൊള്ളൂല, ഒരു 2 സ്റ്റെപ്പ് മാറി നിന്നോ എന്നുള്ളൊരു മൂഡിലേക്ക് നമുക്ക് എത്തിയതും അതുകൊണ്ട് തന്നെയാണ്. ഞാനിവരുടെ മറ്റേ ഫോളോവർ ഒന്നും അല്ല കേട്ടോ, സബ്സ്ക്രൈബർ ഒന്നും അല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ മുക്കിക്കളഞ്ഞു. ഇതെനിക്ക് രാവിലെ 8 മണിക്കോ 7:30 എങ്ങാണ്ട് എനിക്ക് ലിങ്ക് ഒരാൾ ഷെയർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കാണാൻ പറ്റിയില്ല. ഞാൻ മെല്ലെ ഉറക്കോ നീച്ചൊക്കെ വന്ന് നോക്കുമ്പോഴത്തേക്ക് സാധനം പ്രൈവറ്റ്. ഇതിപ്പോൾ വേറൊരാൾ 5 മൂൺലൈൻ മീഡിയ എന്ന് തോന്നുന്നു, പുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സാധനം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ RJ ബിൻസിക്കുട്ടി അധികം വൈകാതെ ഇതിനുള്ളൊരു എക്സ്പ്ലനേഷനുമായിട്ട് ഇറങ്ങാതിരിക്കത്തില്ലല്ലോ, വരും. ഇനി അടുത്ത സ്കോർപ്പിയോ അല്ല, അടുത്ത ഫോർച്യൂണർ ലോഡിങ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുടെ കമൻറ്റ് വരും അല്ലേ? ഉറപ്പായിട്ടും. കാരണം മുക്കിക്കളഞ്ഞ വീഡിയോ ആണെങ്കിലും കുറേ ആളുകൾ ഇപ്പോൾ കാണും, നമ്മുടെ ഇതിലൂടെയൊക്കെ കാണണം. കാരണം RJ ബിൻസിക്കുട്ടിയുടെ തനിക്കുണം എല്ലാവരും അറിയണ്ടേ? അറിയാതെ വിടിയിക്കുവോ നമ്മള്? അറിയണം. കാരണം നീ കഴിഞ്ഞ ദിവസം നിന്നെ കെട്ടാൻ ഏതോ ഒരുത്തരെ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ബായോ പണിയൊന്നും ഒരു പ്രശ്നമല്ലേ? ഏതെങ്കിലും പാവപ്പെട്ടവൻ വന്ന് കയറുന്നതിന് മുമ്പ് അവനെ അറിയണ്ടേ നിന്റെ തനിക്കുണം? നീ നിന്റെ പെങ്ങളോട് കാണിക്കുന്നതൊക്കെ അറിയണ്ടേ? അറിയണ്ടേ മോളെ? അല്ല, വഴക്കൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. പക്ഷെ സ്വന്തം അനിയത്തിയെ നാട്ടുകാരിലേക്ക് കാണിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഊരിക്കൊടുക്കുന്നു. കൊച്ചിന് അയ്യോ, കൊച്ചു പൊന്നും തങ്ക കൊടം. കൊച്ചിനെ വിളിക്കാൻ കോളേജിൽ പോകുന്നു, ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനും ഒക്കെ പോണു. ശരിക്കും ആ കൊച്ചിനെ എടുത്ത് ഉരുട്ടി മറിക്കുന്ന RJ ബിൻസി മോള്. കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, കുടുംബങ്ങളിലൊക്കെ ഉള്ളതാണ്, നാട്ടുകാരെ വന്ന്. അതാണ് ഞാൻ എപ്പോഴും ഈ ഫാമിലി വ്ളോഗേഴ്സിനോട് പറയുന്നത്, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ പുറത്ത് വന്ന് കാണിക്കാതിരിക്കുക. നിങ്ങളുടെ വീഡിയോയിലൂടെ അത് കാണിച്ച് കുറേയൊക്കെ വ്യൂസ് ഉണ്ടാക്കാം. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് എടുത്തു വെച്ചാൽ എല്ലാവരും കൂടെ അലക്കും. ഇപ്പം ഈ സംഭവിക്കുന്ന പോലെ. എന്താണെങ്കിലും RJ ബിൻസിയുടെ വേറൊരു വീഡിയോ ഉണ്ട്, ഇതൊന്ന് കണ്ടോണേ.
എനിക്ക് 27 വയസ്സാണുള്ളത്. അപ്പൊ ഒരു 10-30 വയസ്സുള്ള ഒരു ചേട്ടനെ കിട്ടിയാൽ സന്തോഷം. ഏജ് ഒന്നും എനിക്ക് പ്രശ്നമല്ല, ജോലിയൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ജോലിക്ക് പോകാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ചെലവിന് തരും, പക്ഷെ എന്നെ സ്നേഹിക്കണം, കെയർ തരണം. ഒരു മാസം എത്ര രൂപ പാർട്ട്ണർക്ക് വേണ്ടി ചെലവാകും? ചെക്കന് ഒരു 19,000 രൂപ കൊടുത്തേക്കാം, ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചെറുക്കിന് കൊടുക്കുന്നുണ്ട്, അത് വെച്ച് അവൻ ജീവിച്ചോളും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് ജോലി ചെയ്ത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ എന്തിനാണ് ബോയ്ഫ്രണ്ട്, എന്താ ആവശ്യം? ബോയ്ഫ്രണ്ടിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ കൂടെ കറങ്ങാൻ വരണം, ഗർവ് ഓടിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ ഇരിക്കും. പിന്നെ ഇതുപോലെ ഇത് കണ്ടു, ഇതുപോലെ ഞാൻ ഇങ്ങനെ ജ്യൂസ് കുടിക്കുമ്പോ ഇങ്ങനെ 2 സ്ട്രോ ഇട്ട് കുടിക്കണം. അങ്ങനെ പിന്നെ വാരിത്തരണം. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എന്റെ പേര് കിങ്ങിണി, അപ്പൊ കിങ്ങിണി വാവേന്നൊക്കെ വിളിക്കണം. കിങ്ങിണി ബാബക്ക് കുറച്ച് ചോറ് വാരി തരട്ടെ, കോരി തരട്ടെ, കുറച്ച് കഞ്ഞി കോരി തരട്ടെ കിങ്ങിണി ബാവേ. ആ ചോദ്യം ചോദിച്ചവനോടാ എന്താ ആവശ്യം? അതെന്ത് ചോദ്യമായിരുന്നു? ഒരാളെ വേണം, എന്തിനാ ചേച്ചി, എന്താ ചേച്ചി ആവശ്യം? ഒരാളെ എടുത്തിട്ട് ആക്ക് ജോലി വേണ്ട, ആളെ ഞാൻ നോക്കിക്കോളാം, എല്ലാം നോക്കിക്കോളാം. അയ്യോ പൊന്നുപോലെ നോക്കിക്കോളാം. എന്റെ കൂടെ ഇങ്ങനെ ഓടിക്കണം, എന്റെ കൈ പിടിച്ചിരിക്കണം, ഞാൻ കുടിച്ചതിന്റെ ബാക്കി പറഞ്ഞ കൂടിപ്പോവും. ആ ചോദ്യം ചോദിച്ചവൻ്റെ ആരാ തപ്പിയെടുക്കണം അവന്? എന്താ ചേച്ചി ആവശ്യം? എന്താ ചേച്ചി ഒരുത്തനെ കൂടെ നിർത്തിയിട്ട് എന്താ ആവശ്യം? അല്ല, ചേച്ചിയുടെ ആവശ്യം ഇതൊക്കെ ഉള്ളു, കയർ പൊടിക്കുകയും കുടിക്കാനും കൈ പിടിച്ചിരിക്കാനും. പൊന്നു മക്കളെ, ഒരുത്തരും ചെന്ന് കയറി കൊടുക്കരുത്. നമുക്കും 30-31 വയസ്സുണ്ട്, 31 വയസ്സുണ്ടേ. പക്ഷെ ഇല്ല, ആരും ഇല്ല, വേണ്ട, ആരും വേണ്ട. സമാധാനം, അതാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അതാണ് വേണ്ടത്. അല്ല ഇതുപോലുള്ളതിനെയൊക്കെ പണിയെടുക്കണ്ട, ചുമ്മാ ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് കയറി കൊടുത്താ ഉണ്ടല്ലോ പൊന്നു മോനെ, തീർന്ന്. അത് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഓരോരുത്തന്മാര് കമന്റൊക്കെ ഇടാൻ പോകട്ടോ. വെറുതെ പോയി തള്ളി കയറിയിട്ട് ജീവിതം ഇല്ലാതെ ആക്കരുത്, ജീവിതം കോന്നാട്ടയായി പോകും. അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. കണ്ടല്ലോ, ഒരു യൂട്യൂബ് ചാനലൊക്കെ എന്തായാലും തുടങ്ങിയത് നന്നായി RJ ബിൻസി, വളരെ നന്നായി. അതുകൊണ്ട് വീണ്ടും നിന്റെ തനിക്കണം എന്താന്ന് നാട്ടുകാർ കാണുന്നുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ഇനി വേറൊരു വീഡിയോ കാണാം. ഞങ്ങൾ മരിയുടെ കോളേജിലോട്ടാണ് പോണത്. അവിടെ ചെല്ലുമ്പോ എന്തായാലും കിട്ടും. കാരണം 10 മണിക്ക് പോകേണ്ട കോളേജിൽ 12:30 എന്തായാലും പോയിട്ട് വരാം. ചാച്ചനും അമ്മ വീട്ടിലില്ല. വീട്ടിലാത്തപ്പോ സ്വാഭാവികമായിട്ട് നമ്മള് കുട്ടികളെ കുരുത്തക്കേട് കാണിക്കുമല്ലോ. അങ്ങനെ കുരുത്തക്കേട് കാണിക്കാനായിട്ട് ഞാനും മരിയും കൂടെ കറിവെടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴയിലെ ഈ കാണുന്ന SD കോളേജിലാണ് മരിയ പഠിക്കുന്നത്. അത് മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിലെ. ഇവർ ഫെയർവെല്ലാണ്, അത് കാരണം അതിന്റെ ഡാൻസ് പ്രാക്ടീസിലാണ് എൻ്റെ അടുത്ത് കൊണ്ടാക്കാൻ മരിയ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആക്കാനൊന്നും പോകത്തില്ലായിരുന്നേ, പക്ഷെ വീട്ടിലാരും ഇല്ല, അത് കാരണം എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കണം. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ? വീട്ടിൽ അച്ഛനും അമ്മ ഇല്ലെങ്കിൽ ചേച്ചി അനിയത്തിക്കായിട്ട് കാണിക്കുന്ന കുരുത്തക്കേടുകൾ കാണില്ലേ? അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എന്നെ കുറേ നേരം പോസ്റ്റ് ആക്കിയതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് മരി എനിക്ക് മാംഗോ ബൽബൊക്കെ വാങ്ങി തന്നു കേട്ടോ. എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോകുന്ന വഴിക്ക് തോട്ടുവക്കത്ത് വണ്ടിയൊക്കെ നിർത്തി കുറേ നേരം ഇരുന്ന് കത്തിയൊക്കെ വെച്ച കേട്ടോ. എന്തായാലും ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ. എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പറഞ്ഞു പറയിപ്പിക്കുന്നതല്ലേ മോളെ ചേച്ചി ഇതൊക്കെ? അല്ല, ഞാനല്ല, മോള് തന്നെ പറഞ്ഞത്. വീഡിയോയിൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ നേരത്തുള്ള കാട്ടായം മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ലാന്ന്. ഞാൻ പറഞ്ഞല്ലോ, പല കുടുംബത്തിൽ ഇത് നടക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു സ്നേഹം, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആ വളരെ നഗ്നമായിട്ടുള്ള സത്യം ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാറുള്ളത്, മനുഷ്യരാണ്, ഞാനും നീയും ഒക്കെ മനുഷ്യനാണ്. അത്ര ഗംഭീര നല്ല സ്വഭാവമൊന്നും കാണത്തില്ല, കാണും. പക്ഷെ അതോടൊപ്പം തന്നെ നല്ല ഒന്നാന്തരം വൃത്തികെട്ട സ്വഭാവങ്ങളും കാണും. ഓക്കെ, അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. ഇതുപോലുള്ള ഉടായ്പകളെയൊക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം, തട്ടി ദൂരത്തോട്ട് കളയാം. മനസ്സിലായോ? തട്ടി ദൂരെ കളയണം. ഇതിനെ ഒന്നും എന്തിനാ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണോ? ഞാൻ എന്തായാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാനൊന്നുമില്ല, ഇതുവരായിട്ടും പ്രോത്സാഹിപ്പിച്ചിട്ടും ഇല്ല, ഇനി അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാനും താല്പര്യപ്പെടുന്നില്ല. എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ഒന്ന് കാണാം. എന്തൊക്കെ പ്രഹസനമായിരുന്നു, എന്തൊക്കെ പ്രഹസനം.
ബൈക്ക് എടുക്കുന്നു, ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, സൈഡിലോട്ട് വീഴുന്നു. അയ്യോ, ഇതാണ് ഞാൻ പറഞ്ഞത് പ്രഹസനം. ഈ പ്രഹസനമൊക്കെ പിന്നെ വിളിച്ചു വരുത്തി, ഈ ഓൺലൈൻ മീഡിയാസിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് കേട്ടോ. അല്ലാതെ അവരെ മാത്രമായിട്ട് നമ്മൾ എപ്പോഴും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഓൺലൈൻ മീഡിയാസിനെ അങ്ങോട്ട് തെറി പറയും എന്ത് കണ്ടാലും. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇവർ ആരുടെ വീഡിയോ ആണോ എടുക്കുന്നത് ഭൂരിഭാഗം ആളുകളും പല കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇവരോട് വീഡിയോ എടുത്തോളാം മോനെ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കുന്നു. അല്ല വെറുതെ ഒന്നും അല്ല. ഇപ്പൊ ആർ ജെ ബിൻസിയുടെ നേരത്തെ അവളുടെ കല്യാണം ചെറുക്കാൻ മറ്റേ കൈ പിടിച്ചോണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഓപ്പോസിറ്റ് ക്യാമറ കൊണ്ട് എടുക്കുന്നുണ്ട്. ഇത് പുറത്ത് എയറിൽ പോകുമെന്ന് അറിഞ്ഞു വെച്ചോണ്ടല്ലേ ഇതൊക്കെ പറയുന്നത്. അതെ, ഇനി ഇവളുടെ വേറൊരു ഒരു തനി സ്വഭാവം ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് ഓർമ്മ, ബിഗ് ബോസ് ഒക്കെ കണ്ടവർക്ക് അറിയാം. എന്താ ഈ ഒരു പോർഷൻ ഇതൊന്ന് കണ്ടോ. ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുന്നാര മോളെ നീ ഇവിടെ നിന്ന് 2 കാലം നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തില്ലായിരുന്നു. അടിച്ചു നിന്നെ ഒതുക്കിയാരെ. അമ്മാതിരി വർത്താനോ നിന്റെ കയ്യിരിപ്പ്. നീ എന്നാ കാണിച്ചത്? ഒരു പെണ്ണും ചെറുക്കനും കൂടെ കിടന്നപ്പം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്, പുതപ്പിന്റെ അടിയിൽ വെച്ച് അവിഹിതം ഉണ്ടാക്കിയത്. നാണമില്ലേ? നാണാവുന്നില്ലേ? ഒരു പെണ്ണും ചെറുക്കനോട് അടുത്തിരുന്ന ഉടനെ പ്രേമം, കാമം എന്തൊക്കെയാ സ്വന്തമായിട്ട് കാണിക്കുന്നത്? പുറത്തെ കഥകള് ഞാനിനി ഒന്നും പറയണ്ട, നാട്ടുകാർക്ക് കൊണ്ട് അറിയില്ല. പിന്നെ സ്ക്രീൻ സ്പേസ് എനിക്കതിന്റെ ആവശ്യമില്ല. നീ ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ തന്നത്, മനസ്സിലായില്ലേ? എന്നെ അങ്ങനെ ഒരു ചാച്ചൻ ഓട്ടോ ഓടിച്ച് വളർത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ അന്തസ്സായിട്ട് ഇവിടെ നിൽക്കുന്നത്. നിന്നെ അതുപോലെ നല്ല അടിച്ച് നല്ല ശരിയാക്കി വളർത്താത്തതിന്റെ കേടാണ് നീ കാണിക്കുന്നത്, മനസ്സിലായില്ലേ? എനിക്ക് നല്ലൊരു തന്ത ഉണ്ടായിപ്പോയി. ഉണ്ടോ? ആ പറഞ്ഞ സാധനം ഉണ്ടോ? അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ചോദിക്കണം. ചോദിച്ചാൽ തെറ്റുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ല, ഞാൻ തമാശ രൂപേണ മാത്രം ചോദിച്ചോളൂ കേട്ടോ. ചുമ്മാ ഇരുന്ന് തെറി പറയാനൊന്നും ഞാനില്ല, അതിന്റെ ആവശ്യവും ഇല്ല. പക്ഷേ ആർ ജെ ബിൻസി, ആ ചാച്ചന് നല്ല വൃത്തിക്ക് എന്തായാലും നാണക്കേട് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ ഒരൊറ്റ ദിവസം കൊണ്ട്. ഇനി എങ്ങനെ നീ കഷ്ടപ്പെട്ട് ഇതിനെ വെളുപ്പിക്കും എന്ന് മാത്രം എൻ്റെ പ്രിയങ്കരിയായ ആർ ജെ ബിൻസിക്കുട്ടി ഒന്ന് അതിനുള്ളൊരു ഉത്തരം കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെ ഇതെല്ലാം വെളുപ്പിക്കും? കാരണം സ്വന്തം പെങ്ങളാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അവക്ക് പ്രാന്താണെന്ന് വല്ലതും വന്ന് പറയുമോ നാളെ? അല്ല, ആർ ജെ ബിൻസിക്കുട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ ഇനി അങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞാലോ? അതും നാട്ടുകാർ വിശ്വസിക്കണമായിരിക്കും അല്ലേ? എന്നിട്ട് മോളുടെ കൂടെ നിൽക്കണം അല്ലേ, കുട്ടിയുടെ കൂടെ നിൽക്കണം. അല്ല, അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങല്ലേ. കാണത്തില്ല, ആരും കാണത്തില്ല. നല്ല തെറി കേൾക്കത്തേ ഉള്ളൂ കുഞ്ഞെ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.